യ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്തിനാണ് നീ കരയുന്നത്? ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ദിവസം. വിശുദ്ധ കുർബാനയ്ക്ക് പൊന്നുരുന്നി കപ്പുച്ചിൻ ആശ്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ അല്പം മുമ്പ് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിയോഫിൻ ഗിൽഡ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിനോലീൻ അച്ഛൻ പറഞ്ഞ വചന സന്ദേശത്തിൽ എന്നെ സ്പർശിച്ച വരികൾ, ആ കുർബാനയ്ക്ക് പിന്നെ സ്വസ്ഥതയോടെ എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഈ കുർബാന കഴിഞ്ഞ് ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രേരണ തന്നു. വീട്ടിൽ വന്ന് ബൈബിൾ എടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്തിനാണ് നീ കരയുന്നത്? ഈ വചനം ഇന്ന് എന്നോടും നിങ്ങളോടും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും കർത്താവ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതായിട്ട് ഒന്ന് ശ്രവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വചനത്തിൻ്റെ ഈരടികളിൽ നമ്മൾ പാടാറുണ്ട്, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. മഗ്ദലന മറിയത്തിൻ്റെ കണ്ണുനീരിന് ഉത്തരം കൊടുത്ത, കണ്ണ് തെളിയിച്ചു കൊടുത്ത ദൈവം ഇന്ന് ഈ വചനത്തിലൂടെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റിയ, കണ്ണുനീരിന് അർത്ഥം കണ്ടെത്താൻ കഴിയാത്ത ദൈവമക്കളോട് സംസാരിക്കുകയാണ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആശ്വസിപ്പിക്കാനില്ല, എൻ്റെ ജീവിതം മുഴുവൻ കണ്ണുനീരാണ് എന്നൊക്കെ പരാതി പറയുന്നവർ അനേകരാണ്. നമ്മുടെ ദൈവവചനം പറയുന്നത് ഇപ്രകാരമാണ്. സങ്കീർത്തനം 56:8. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കൊപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതെ, എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് ശേഖരിക്കുന്ന ഈ ലോകത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു പരിധി കഴിയുമ്പോൾ പറയും, പോയി പണി നോക്കുമെന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ വേറെ ആളെ കണ്ടുപിടിക്കുമെന്ന് പറയും. പക്ഷേ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഇതാ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ടാണ്. കണ്ണുനീർ, നമ്മൾ ഏത് കാര്യത്തെ പ്രതി കണ്ണുനീരൊക്കെയും കൊഴുക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നു, ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു. കാരണം മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ പിന്നെ എന്തിനായി കരഞ്ഞും വിഷമിച്ചും ദുഃഖിച്ചും നിരാശപ്പെട്ടും ഇരിക്കുന്നത്? ഇതാ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലില്ലാത്ത ഒന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നൊന്ന് വിശ്വസിക്കാൻ മാത്രം ഒന്ന് പരിശ്രമിച്ചുകൂടെ? ഗാനത്തിൻ്റെ വരികളിൽ ഇങ്ങനെ പാടിയതോർക്കാണ്, കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽസകിയ ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 16-18 വാക്യങ്ങൾ, 16 മുതൽ 18 വരെ. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം ഇതിനുള്ള കാരണം.
കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരേ ഒരു മകൻ, അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ വേർപാട്, ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന, വിവാഹ ജീവിതത്തെക്കുറിച്ച് കാണാവുന്നതിൻ്റെ പരമാവധി സ്വപ്നവും കണ്ടു. ഒരു ചെറുപ്പക്കാരി അവൾ പറഞ്ഞു, അമ്മയായിപ്പോയി, ഒരു കുഞ്ഞിൻ്റെ അമ്മയായിപ്പോയി, ഇല്ലെങ്കിൽ പണ്ടേ ഞാൻ എൻ്റെ പണി നോക്കിയാൻ. ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ച് ഒത്തിരി ശുശ്രൂഷാ ജീവിതമൊക്കെ ചെയ്ത് ഒരുപാട് പ്രാർത്ഥിച്ച്, പക്ഷേ കിട്ടിയത് കാഴ്ചയിലെല്ലാം ഉണ്ടെന്ന് വിചാരിച്ച പങ്കാളി, തങ്കക്കടലാസ് പോലെ, മിഠായി പൊളിച്ചതുപോലത്തെ അവസ്ഥ. ഇതാ പക്ഷെ ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയില്ല. എടുത്തു വെച്ചാൽ അവിടെ ഇരിക്കും. എല്ലാ കാര്യവും അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. പറയുമ്പോൾ എന്താ, നിരുപദ്രവകാരി, സ്മാർട്ടായ ഒരു ഭർത്താവിനെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന, അടിച്ചു പൊളിച്ച് ചെത്തി നടക്കുന്ന, അത്യാവശ്യം ആധ്യാത്മികതയൊക്കെ ഉള്ള, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെന്ന് വിചാരിച്ചു. പക്ഷേ വെറുതെ പഴഞ്ചോറ് പോലെ, പറയാൻ പാടില്ലെങ്കിലും വല്ലോടത്തും ഇരുത്തിയാൽ അവിടെ ഇരിക്കും. ഞാനെന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്ന മനുഷ്യൻ, നീ എന്തെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, ഭാര്യയ്ക്കും മക്കൾക്കും ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല. ഇതാ വിവാഹം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ജോലിക്ക് പോകുന്ന സ്വഭാവം പണ്ടേ ഇല്ല. ഭയങ്കര വിയർപ്പിൻ്റെ അസുഖമാണ്, അതായത് നെറ്റ് വിയർത്ത് ജോലി എടുക്കില്ല. പക്ഷേ അപ്പോഴേക്കും ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. സംസാരിക്കാത്ത കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്ന സ്ത്രീയുടെ കഥ കേട്ടത് ഓർക്കുകയാണ്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവസാനം സംസാരപ്രായമൊക്കെ കഴിഞ്ഞ സമയത്ത് കർത്താവ് കുഞ്ഞിൻ്റെ കെട്ടഴിച്ചു. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഏത് തന്നെയായാലും, ഇന്ന് ഈ വചന സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലും മദ്യപാനിയായ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയും, വെള്ളം മുഴുവൻ ഒഴുകിപ്പോയിട്ട് അണ കെട്ടിയിട്ട് എന്താ കാര്യം? അങ്ങനെ ആരോഗ്യം നശിച്ചു, സമ്പത്ത് നശിച്ചു, എല്ലാവരാലും പിറക്കപ്പെട്ടു, ബിസിനസ്സെല്ലാം തകർന്നു, കടഭാരം, ദാരിദ്ര്യം, വിശപ്പിൻ്റെ വിളി, അതിലൂടെയൊക്കെ കടന്നുപോയത് കൊണ്ടാണ് ഇന്ന് വിശപ്പിൻ്റെ വിളി എന്ന ശുശ്രൂഷ. വിശക്കുന്നവർക്ക് മാത്രമേ, വിശപ്പിൻ്റെ കണ്ണുനീര് വീണിട്ടുള്ളവർക്ക് മാത്രമേ ആ ഉപ്പ്, വിശപ്പിൻ്റെ ആ കണ്ണുനീരുപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് തടസ്സപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാലും ഇപ്പോഴും വിശപ്പിൻ്റെ വിളി, തെരുവിലലഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ. എൻ്റെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ, പക്ഷേ ദൈവനാമത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്ന് ഇറങ്ങി പുറപ്പെട്ട കാലം മുതൽ അന്നു മുതൽ ഇന്ന് വരെ ആ വിശപ്പിൻ്റെ വിളിയിലൂടെ ആയിരങ്ങളെ, പതിനായിരങ്ങളെ വഴിയരികിൽ അലഞ്ഞ് നടക്കുന്ന എറണാകുളം പട്ടണത്തിൽ തെരുവിലും വഴിയിലും കിടക്കുന്നവർക്ക് വേണ്ടി വിശപ്പിൻ്റെ വിളി എന്ന ക്യാപ്ഷൻ നാമകരണം ചെയ്യാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത്. അപ്പോൾ സന്മനസ്സുള്ളവർ പറയും, ബ്രദറെ ഇനി വിശപ്പിൻ്റെ വിളി എന്നാണ്. ഇത്തവണത്തെ വിശപ്പിൻ്റെ വിളിയിൽ ഇതാ ഞങ്ങളുടെ പേർക്ക് കുറച്ച് കൊടുക്കണം. അങ്ങനെ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ട് ആ ശുശ്രൂഷ നിലനിർത്തിക്കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൻ്റെ മദ്യപാനവും കുടുംബ തകർച്ചകളും കടബാധ്യതയും ബിസിനസ് തകർച്ചകൾ. ഒരാൾക്ക് ഒരു തവണ അബദ്ധം പറ്റും, ഇതൊരു തവണയല്ല പലതവണ തകർന്ന് തരിപ്പണമായ തകർച്ചകളുടെ കഥകൾ ഞങ്ങളുടെ കുടുംബത്തിൽ പറയാനുണ്ട്. അവസാനം മരണത്തിന് പോലും വേണ്ടെന്ന് പറയുന്ന തരത്തിലുള്ള ആത്മഹത്യാപരമായ അവസ്ഥകളിൽ നിന്നാണ് ഇന്നത്തെ ഈ ജീവിതത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവന്നത്. അനേകർക്ക് അന്നും ഇന്നും ദൈവം കൈപിടിച്ച നാൾ മുതൽ ഒത്തിരി പൊരിവയറിൻ്റെ കാളൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് പറയുന്നവർ പറയട്ടെ. മത്തായി 25:40 പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വിശപ്പിൻ്റെ കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉരുണ്ടു വീണിട്ടുണ്ട്. ഇതാ ഉള്ളത് മുഴുവൻ വറ്റ് ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ട് ഇതാ അമ്മ മാറി നിൽക്കും, കഴിക്കുന്നത് നോക്കി. ഇനി മദ്യലഹരിയിലിരിക്കുന്ന അപ്പൻ ഒരു ചെറിയ കോന്ത് അമ്മക്ക് വേണ്ടി മാറ്റി വെക്കും. ചിലപ്പോൾ വാശി വഴക്ക് മൂത്ത് അതും കൂടെ ബാക്കി വെക്കാതെ പോകും. അപ്പോൾ അമ്മച്ചിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നോ എന്ന് പറയും. കാരണം ഇല്ല, അമ്മക്ക് കഴിക്കാനില്ല, കഞ്ഞിവെള്ളം പോലും ചിലപ്പോൾ കുടിക്കാനുണ്ടാകത്തില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ അമ്മ അന്ന് സഹിച്ച ത്യാഗങ്ങൾ, ആ അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ രക്ഷകനായ യേശുവിൻ്റെ ഇടപെടലിനും കണ്ണുനീരൊപ്പിയെടുക്കുന്ന അനുഭവത്തിനും, അലച്ചിലുകൾ എണ്ണുന്ന കണ്ണുനീരൊപ്പിയെടുക്കുന്ന, ആരെ എത്ര കണ്ട് സഹായിക്കും.
അവർ തന്നില്ല, ഇവർ തന്നില്ല, ഒന്നും പറയാനില്ല. ആരെ എന്ന് പലരും ഉണ്ട്. അവർ തരുന്നില്ല, ഇവർ തരുന്നില്ല, അവർ നോക്കുന്നില്ല, ഇവർ സഹായിച്ചില്ല. അവർ വെറുതെ വിട്. ദൈവം ഏൽപ്പിക്കാതെ ആരെയും സഹായിക്കത്തില്ല. ആരും തന്നാൽ തീരുന്നതല്ല നമ്മുടെ ക്ഷാമവും ദാരിദ്ര്യവും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ കേട്ട ആ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തലയിണയിൽ മുഖം അമർത്തി കരഞ്ഞ് അവസാനം ഇപ്പോൾ കണ്ണീരില്ല, തലവേദന മാത്രം ബാക്കി, ഉറക്കവുമില്ലാത്തവരുണ്ട്. അതെല്ലാം കർത്താവിന് വിട്ടുകൊടുക്ക്. മഗ്ദലന മറിയത്തിൻ്റെ കണ്ണുനീരിന് ഇതാ കരച്ചിലിന് മറുപടി കൊടുത്ത് മറിയം എന്ന് പേര് ചൊല്ലി വിളിച്ച ദൈവം എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിക്കും. ആ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് ഈ ലോകത്തിലെ സുഖങ്ങൾക്കൊന്നും യഥാർത്ഥ സന്തോഷവും സമാധാനവും നൽകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ അഗസ്റ്റിൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ അങ്ങയിലായിത്തീരുവോളം എനിക്ക് സ്വസ്ഥതയില്ല. ഇന്ന് പലരും പറയുന്ന കാര്യം ഇതാ, ഒരു സ്വസ്ഥതയില്ല. കാരണം സിനിമക്കോ സീരിയലിനോ അതെല്ലാം ഹോബീസാണ്. കളികൾക്കോ കൂട്ടുകാർക്കോ ബന്ധങ്ങൾക്കോ ഒന്നും നമ്മുടെ മനസ്സിലെ ശൂന്യതകൾ മാറ്റുവാനോ കണ്ണുനീരൊപ്പാനോ ഒക്കെ എല്ലാത്തിനും ഒരു പരിധികളുണ്ട്. നമ്മുടെ യഥാർത്ഥമായിട്ട് നമുക്ക് ആശ്വാസം നൽകാൻ കണ്ണുനീരൊപ്പാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓരോ പദ്ധതിയുണ്ട്. എന്നാൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ പദ്ധതി ഉള്ള ഒരു ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുൻപേ, ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപേ ആര് എവിടെ ആരുടെ മകനായി ആരുടെ മകളായി ആരുടെ ഭാര്യയായി ജീവിക്കണം ജനിക്കണം എന്ന് അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഓർക്കുകയാണ് BLM ധ്യാന കേന്ദ്രത്തിൽ വിധവാ കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാനായിട്ട് വിളിച്ചപ്പോൾ അവിടെ ഒരു വിധവയായ സ്ത്രീയെ പരിചയപ്പെട്ടു. എനിക്ക് ഭക്ഷണം വിളമ്പി തന്നത് ആ അമ്മയാണ്. അവർ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് ആ കുഞ്ഞിന് ജന്മം കൊടുത്ത് മാമോദീസായ്ക്കുള്ള ഒരുക്കങ്ങൾ ആയിരിക്കുമ്പോൾ ഇതാ 2 വീലറിൽ തട്ടിയ ബൈക്ക് തലയിലേക്ക് തട്ടിയ ലോറി കയറി അരഞ്ഞു മരിച്ച ഭർത്താവിൻ്റെ മൃതശരീരം പോലും കാണാൻ പറ്റാത്ത ഫോട്ടോ ഒട്ടിച്ചു വന്ന ആ ശവപേടകം ഇതാ ആ പ്രതീക്ഷകളറ്റ എല്ലാം തകർന്നെന്ന് കരുതിയ ഇനി ജീവിതമില്ല. പക്ഷേ കർത്താവായ യേശുവിനെ കണ്ടെത്തിയത് കൊണ്ടാണ് ഭ്രാന്ത് പിടിക്കാതിരുന്നതും ഇന്നും ജീവിതത്തിൽ പ്രത്യാശ വെച്ച് ആ ഏക മകനെ വളർത്തി വലുതാക്കി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ഇപ്പോൾ ഈശോയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പദ്ധതിയുണ്ട്. ജീവിച്ച് തീരും മുമ്പേ, സ്വപ്നങ്ങൾ കണ്ട് തീരും മുമ്പേ പൊലിഞ്ഞു പോകുന്ന എത്രയോ ജീവിതങ്ങൾ. അതാ ഞാൻ എൻ്റെ മൂത്ത മകളുടെ പങ്കാളിയെ നഷ്ടപ്പെട്ടതിൻ്റെ ഇന്ന് വിധവകളെക്കുറിച്ചുള്ള ഒരു പ്രസംഗം പരിശുദ്ധാത്മാവ് പ്രേരണ ചെയ്ത് തന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് പോസ്റ്റ് ചെയ്തിട്ടില്ല. പിറ്റേന്നാണ് ഗൾഫിൽ വെച്ച് ആൾ മരണപ്പെട്ട വാർത്ത ഞങ്ങളെ തേടി വന്നത്. ആ മൃതദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ചെയ്യാനുള്ളത് ചെയ്യുക. റെക്കോർഡ് ചെയ്ത് വെച്ച ആ വചനം അന്ന് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി വിധവകളായിട്ടുള്ള ഭർത്താവ് മരിച്ച അനേകരുടെ മെസ്സേജുകൾ, ഫോൺ വിളികൾ, അവരുടെ ആശ്വാസവാക്കുകൾ പങ്കുവെക്കൽ. ബ്രദറെ, ഞങ്ങളും ഇതിലൂടെ കടന്നു പോയതാണ്. ജീവിച്ചു തീരും മുമ്പേ, കൊതി തീരും മുമ്പേ ഞങ്ങളെയും മക്കളെയും ബാക്കിയാക്കി അല്ലെങ്കിൽ എന്നെ തനിച്ചാക്കി കടന്നു പോയ ആ പങ്കാളിയുടെ ഓർമ്മകൾ. പക്ഷേ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ പങ്കാളിയെ തന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ആ പങ്കാളിക്ക് വേണ്ടി എന്നെ നൽകിയ ഒരു ദൈവമുണ്ട്. ഈ പ്രത്യാശയാണ്. ഒരമ്മ പറഞ്ഞു, ഏക മകനെ റോഡ് സൈഡിൽ നിൽക്കുന്നവൻ്റെ പുറത്തേക്ക് ക്രെയിൻ കയറി ഇറങ്ങി അരഞ്ഞു പോയപ്പോഴും ഇതാ യേശുവിലുള്ള വിശ്വാസമാണ് ഞങ്ങളെ താങ്ങുന്നത്. രാത്രി വന്ന് ഉറങ്ങാൻ കിടന്ന മകനെ ഒരപ്പനും അമ്മയും പറഞ്ഞത് ഒരിക്കലും ഒരു ശുശ്രൂഷയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ബ്രദറെ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ കൂടെ കയറിയിട്ട് പോണേ എന്നും പറഞ്ഞ് അപേക്ഷിച്ച് ആ നിർബന്ധത്തിന് പിന്നിൽ ചെല്ലാനിടയായി. അപ്പോൾ പറഞ്ഞ ഇതാ, കൂട്ടുകാർ വിളിച്ചതനുസരിച്ച് പോയ മകനെ വേസ്റ്റ് വാട്ടർ
ഡംപ് ചെയ്യുന്ന ലൈറ്റ് പോലും ഇല്ലാതെ വന്ന ലോറി തട്ടിയിട്ട് ഏതൊരു ക്യാമറയിൽ അടുത്തുള്ള ക്യാമറയിൽ കിട്ടിയത് കൊണ്ടാണ് വിവരങ്ങൾ അറിഞ്ഞത്. മകൻ പിടഞ്ഞു വീണ് മരിച്ച ആ വാർത്ത. എന്തോ അത്യാവശ്യത്തിന് ഓടിപ്പോയതാണ്. അവൻ വീട് വെച്ചു, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു, എല്ലാം ചെയ്തു, ഞങ്ങളെ പൊന്നുപോലെ നോക്കി. അപ്പനും അമ്മയും പറഞ്ഞത് ഇതാണ്. ഒരിക്കലും ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ പല ഓർമ്മകളും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാം. വിശ്വസിച്ചതിൻ്റെ പേരിൽ സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ടത്, ഉള്ളത് മുഴുവൻ ഒപ്പിട്ടെടുത്തു അതിൻ്റെ വേദനകൾ. അങ്ങനെ പല ചതിയുടെ കഥകൾ. സ്വന്തം കൂട്ടുകാരനാൽ വഞ്ചിക്കപ്പെട്ടത്, ബിസിനസ്സിൽ ചതിച്ചെടുത്തത്, ഒറ്റുകൊടുത്തത്, തള്ളിപ്പറഞ്ഞത്, ജയിലിലാക്കിയത്, പങ്കാളിയിൽ നിന്നുണ്ടായ കള്ളക്കേസുകൾ, മാതാപിതാക്കൾ ചതിച്ചു പുറന്തള്ളിയതിൻ്റെ വേദന. ഇങ്ങനെ ഒത്തിരി വേദനകൾ. ജോലി നഷ്ടം. നല്ല തിളങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. കടമെടുത്ത് വീടും എല്ലാം പണിത് ലോണും എല്ലാം അടച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സ്ഥാപനത്തിൻ്റെ മേൽ വന്ന വലിയ ആഘാതം. അനേകരുടെ ജോലി നഷ്ടപ്പെട്ട കൂട്ടത്തിൽ പുതിയ ജോലിയൊന്നും കിട്ടാതെ ലോണെല്ലാം മുടങ്ങി മരണതുല്യമായ വെല്ലുവിളികൾ, വേദനയിലൂടെ കടന്നുപോയി. എല്ലാം വിൽക്കേണ്ടി വന്ന, നഷ്ടപ്പെടേണ്ടി വന്ന, സ്വപ്നം കണ്ടു തീരും മുമ്പേ നഷ്ടപ്പെട്ട വേദനകൾ. ഞാനിത് പങ്കുവെക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും. അതുപോലെ കണ്ണാണോ കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി വളർത്തിയ മക്കൾ. ഒരിക്കലും ആരുടെ മക്കൾ എങ്ങനെയായാലും ഞങ്ങളുടെ മക്കളിങ്ങനെ നാട്ടുകാർ പറഞ്ഞാണ് മക്കളുടെ മോളുടെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞത് എന്ന് പറഞ്ഞ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയ സ്വപ്നങ്ങൾ നിമിഷ നേരം കൊണ്ട് കൂകിക്കൊണ്ട് കാക്കക്കൂട്ടിൽ മുട്ടയിട്ട കുയിലിനെ പോലെ കൂകിക്കൊണ്ട് കടന്നുപോയ അവസ്ഥകൾ, വേദനകൾ. പങ്കാളി ഭാര്യയും മക്കളും ജീവിച്ചിരിക്കെ മറ്റൊരു ബന്ധം, മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിതം നയിക്കുന്നു എന്നുള്ള ഓർമ്മ. അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്ന പങ്കാളി. ആളുകൾ പറയുന്നു നിനക്ക് എന്തിൻ്റെ കുറവാ, ഒരു കുഴപ്പവുമില്ല, എല്ലാം ഉണ്ടല്ലോ, അവനുണ്ടല്ലോ, ഇതുണ്ടല്ലോ, അതുണ്ടല്ലോ. പക്ഷേ ഒരു വെട്ടടക്കാപ്പോളിന് ഉപകാരമില്ലെന്ന് നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ പുറത്ത് ഭയങ്കര അഭിനയം. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കിടപ്പറയിൽ പോലും അവഗണന വർഷങ്ങളായി. ഒന്ന് തൊട്ടാൽ, ഒന്ന് മിണ്ടിയാൽ, ഒന്ന് കണ്ടാൽ വെറുപ്പ്, അവജ്ഞ, കുത്തുവാക്കുകൾ, തെറിവാക്കുകൾ. കുടുംബത്തിൻ്റെ അകം നരകതുല്യമായി മാറുമ്പോൾ പുറംപൂച്ചിൽ അഭിനയിച്ച് ജീവിക്കുന്നു. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര നാളാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്ന ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. ബ്രദറെ, ഞങ്ങൾ എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ കണ്ണുനീരുകളെ യേശുവിൻ്റെ പാദാന്തികത്തിലേക്ക് മഗ്ദലന മറിയം കൊടുത്തതുപോലെ കൊടുക്ക്. പദ്ധതികൾ തകരുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഓരോ സഹനത്തിനും പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വിട്ടുകൊടുക്ക്. ചിലത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, വിശുദ്ധീകരണത്തിനും പാപകടങ്ങളുടെ മോചനത്തിന്, ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി അർപ്പിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? പ്രഭാഷകൻ 2:5 പറയുന്നു, സ്വർണ്ണമഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. ഇതുപോലെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും സ്വർണ്ണാഗ്നിയിൽ ശുദ്ധീകരിക്കുന്ന പോലെ ഓരോ കണ്ണുനീരിൻ്റെ അനുഭവവും നമ്മളെ പല സത്യങ്ങളും പഠിപ്പിച്ചു തരും. കണ്ണുനീരൊഴുക്കിയിട്ടുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ കണ്ണുനീരുകളും സഹനങ്ങളും കണ്ടാൽ അത് മനസ്സിലാക്കാനും ആശ്വാസം കൊടുക്കാനും പരിഹാരം ചെയ്യാനും വഴി കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. ദാവീദ് രാജാവ് തൻ്റെ കുഞ്ഞു മരിച്ചപ്പോൾ കാണിച്ച മനോഭാവം ശ്രദ്ധേയമാണ്. ദാവീദിൻ്റെ പാപം നിമിത്തം രോഗിയായ കുഞ്ഞിനു വേണ്ടി 7 ദിവസം അദ്ദേഹം ഉപവസിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചെങ്കിലും കുഞ്ഞു മരിച്ചുപോയി. ദാവീദ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 2 സാമുവേൽ 12-13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ സാധിക്കുന്ന പോലെ എടുത്തു വായിക്കുക. അവിടെ കാണുകയാണ്, രാജസേവകന്മാർ കുഞ്ഞു മരിച്ച വിവരം രാജാവിനോട് പറയാൻ ഭയന്നു. വല്ല വാളൂരി വല്ല സാഹസം ചെയ്ത് കഴിഞ്ഞാലോ, വല്ല മരിച്ചു കഴിഞ്ഞാലോ എന്നുള്ള വിചാരം. എന്നാൽ അവരടക്കം പറയുന്നതുകൊണ്ട് കാര്യം മനസ്സിലാക്കിയ ദാവീദ് അവരോട് പറയുകയാണ്, കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് കർത്താവിനെ ആരാധിച്ചു. അതുപോലെ എന്താണെന്ന് അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് ആരാധിക്കുകയാണ് കർത്താവിനെ. ദൈവഹിതം തിരിച്ചറിയലാണ് യഥാർത്ഥ പ്രാർത്ഥനയും കണ്ണുനീരും.
ഇസ്രായേലിനെ ഭരിച്ചിരുന്ന ഹെസക്കിയ രാജാവ് രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തപ്പോൾ യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. യേശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഹെസക്കിയായുടെ അനുഭവം കാണുന്നുണ്ട്. എന്നാൽ ഹെസക്കിയായുടെ കണ്ണുനീര് കണ്ട് കർത്താവ് ഹെസക്കിയായുടെ ആയുസ് നീട്ടിക്കൊടുക്കുന്നു. ഹെസക്കിയ വേദനയോടെ കരഞ്ഞു ഈ പ്രവചനം കേട്ടപ്പോൾ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളിൽ, വേദനകളിൽ നിരാശയുടെ കണ്ണുനീരല്ല, ദൈവാശ്രയത്തിൻ്റെ കണ്ണുനീരാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാ ഹെസക്കിയ ദൈവത്തിൽ ആശ്രയിച്ചു. 15 വർഷം കൂടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടെ ഞാൻ ദീർഘിപ്പിക്കും. കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തിരുമനസ് മാറ്റാനുള്ള ശക്തിയുണ്ട്. പ്രാർത്ഥന ദൈവ തിരുമനസ്സറിയലാണ്, ദൈവഹിതം നിറവേറ്റലാണ്. സങ്കീർത്തനം 34:17 പറയുന്നു, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകല കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. കടം മാത്രം ഉണ്ടായിരുന്ന കുടുംബം, മക്കൾക്കാർക്കും ഒരു ജോലിയും കിട്ടാതെ ഇനി അത് അനന്തമായിട്ട് അസാധ്യമായിട്ട് കരുതിയിരുന്ന നാളുകളിൽ കണ്ണുനീരോടെ ആ കുടുംബത്തിൽ അമ്മ വന്ന് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. സാവകാശ ആ കുടുംബത്തിലെ മറ്റു വ്യക്തികളും ദൈവവചനത്തിലേക്ക് കടന്നു വന്നു. ഇതാ അനന്തമെന്ന് അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് പടിപടിയായി ഓരോരുത്തർക്കായി വഴികൾ തെളിഞ്ഞു കിട്ടി. ജോലി നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് കിട്ടി. കടങ്ങളെല്ലാം ഒതുക്കി ഓരോരുത്തർ അവരവരുടേതായ വഴികളിലേക്ക് കണ്ടെത്താൻ, സ്വസ്ഥമാകാൻ, ജീവിത ക്രമീകരണങ്ങൾ നടത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു. കണ്ണുനീരോടെ കടന്നു വന്ന അപ്പനും അമ്മ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടിൻ്റെ സ്ഥാനത്ത് ഒരു മുറിക്ക് വേണ്ടി, ഒരു ചോർച്ചയില്ലാത്തൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ച കുടുംബം ഇന്ന് ദൈവം വീട് പണിത് വിൽക്കുന്ന ബിസിനസ്സിലൂടെ ഒരുപാട് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന വ്യക്തികളായി ആ കുടുംബത്തെ ഉയർത്തി. ഒരു വീടല്ല, ഇതാ പല വീടുകൾ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ആ കുടുംബത്തെ ഉയർത്തി. ഇങ്ങനെ പറഞ്ഞു തരാൻ ഒട്ടനവധി പ്രാർത്ഥനകൾ, അനുഭവങ്ങളുണ്ട് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയവരിൽ. കടന്നു വരുമ്പോൾ ഓട്ടക്കാലണ പോലെ ഒഴിഞ്ഞ കൈകളുമായി വന്നവർ, കടങ്ങൾ മാത്രം മുന്നിൽ, കൂലിപ്പണി പോലും മുടങ്ങാതെ ഉണ്ടാകാതിരുന്ന സ്ഥാനത്ത് അനേകർക്ക് കൂലിപ്പണിയും ദിവസക്കൂലിയും കൊടുക്കുന്ന, ജോലി കൊടുക്കുന്നവരായി സ്ഥിരമായ വരുമാന മാർഗങ്ങൾ പിന്നീട് കുടുംബത്തിന് ഒരുക്കുന്ന തരത്തിലുള്ള ബിസിനസ്സിലേക്ക് ദൈവം അവരെ ഉയർത്തി. സങ്കീർത്തനം 34:17 നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകല കഷ്ടതകളിലും നിന്ന് രക്ഷിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വചനം കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കണേ. സകല കഷ്ടതകളിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കും. സകല കഷ്ടതകളിൽ നിന്ന് ഇത് കേൾക്കുന്ന നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ കണ്ണുനീരിന് അർത്ഥമുണ്ട്. ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കും. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? എൻ്റെ അപ്പനോടൊപ്പം അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 19-20 വർഷം അടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ ശുശ്രൂഷയിൽ അപ്പച്ചൻ്റെ കൂടെ നിൽക്കുമ്പോൾ പലപ്പോഴും പാടിക്കാറുള്ള ഇങ്ങനെയുള്ള ഈരടികൾ അപ്പച്ചന് ഒത്തിരി ഇഷ്ടമായിരുന്നു. പലതവണ പാടിയിട്ട് ഹാർമോണിയം വായിച്ചും ഓർഗൻ വായിച്ചും ഒക്കെ അപ്പം പറഞ്ഞ് വീണ്ടും വീണ്ടും പാടുകയും പാടിക്കുകയും കൂടിയിരുന്നവരെ കൊണ്ട് പാടിക്കുകയും പാടി കരഞ്ഞ് കരയുന്ന മിഴികളിൽ പാടെന്ന് പറയും, കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ശുശ്രൂഷയുടെ മുമ്പിൽ നിന്ന് പരിസരം മറന്ന് എൻ്റെ അപ്പം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നിന്നിരുന്നവരുടെ മുമ്പിൽ വേദിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും തങ്ങളോടൊപ്പം നേതൃത്വം നൽകി പ്രാർത്ഥിക്കുന്ന ആ ബ്രദറിനോടൊപ്പം അനേകർ വന്ന് കരഞ്ഞ് യേശുവിനെ വിളിച്ച്, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത വിളിച്ച് അത്ഭുതങ്ങൾ സംഭവിച്ച അനേകം അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ക്യാൻസർ രോഗം പോലും അത്ഭുതകരമായിട്ട് ആ ശുശ്രൂഷകളിൽ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. നിലവിളി
കേട്ട് ദൈവം ഇറങ്ങി വന്ന, ദൈവം ഇടപെട്ട ഒത്തിരി അനുഭവങ്ങൾ. എൻ്റെ അപ്പൻ്റെ പേര് ജോയി ആദപ്പള്ളി. അപ്പച്ചൻ ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇതാ ശുശ്രൂഷ ചെയ്ത, ദൈവത്തെ അനുഭവിച്ച്, അപ്പന് വേണ്ടി കണ്ണീരൊഴുക്കി കുടുംബം പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുനീരൊഴുക്കി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മരിച്ച് കടന്നുപോയ ഒരപ്പനെയാണ് അവസാന തുള്ളി രക്തം പോലെ ഊറ്റിത്തന്നെന്ന് എൻ്റെ അമ്മ പറഞ്ഞതുപോലെ കടന്നുപോയ അങ്ങനെ ഒരു എന്നെ കണ്ട് നിങ്ങൾ പഠിക്കൂ എന്ന് എൻ്റെ അപ്പനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഓരോ അപ്പനും അമ്മയും ഇതാ കുടുംബത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. നിരാശയുടെ വാക്കല്ല, ശാപമല്ല. ഓരോ മക്കളും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ അപ്പന് വേണ്ടി വചനം കേട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് തകർന്ന് തരിപ്പണമായി വെണ്ണീറായി കിടന്ന കുടുംബത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ദൈവം ഞങ്ങളെ അടിച്ചു ഉയർത്തിയതും ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷകളിൽ നിലനിൽക്കാനൊക്കെയുള്ള അനുഗ്രഹം. ഞങ്ങളുടെ ഒരു കഴിവോ ഒരു മിടുക്കോ ഒരു മഹത്വമോ പ്രത്യേക യോഗ്യതകളോ ഒന്നുമില്ല. പക്ഷേ ഇന്നും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ പങ്കുവെക്കുന്നു. അതിന് ദൈവം ഒരുക്കിയവരും വിളിച്ചവരും കടന്നു വരുന്നു. അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ഈ ശുശ്രൂഷയിലൂടെ സാധിക്കുന്നു എന്ന് ഓർക്കുന്നത് ഞാൻ ദൈവത്തിന് നന്ദി. ബലഹീനതകളെക്കുറിച്ചല്ലാതെ, ഞങ്ങളിലെ കുറവുകളെക്കുറിച്ചല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയാനോ അവകാശപ്പെടാനോ ഇല്ല. പക്ഷേ ഞങ്ങളിൽ വസിക്കുന്ന, ഞങ്ങളിൽ നിറഞ്ഞ യേശു ഞങ്ങളുടെ കണ്ണുനീരുകളെ ആനന്ദ കണ്ണുനീരാക്കി മാറ്റുക മാത്രമല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ വരുന്ന അനേകരുടെ വിഷയങ്ങളിലേക്ക് ആനന്ദത്തിൻ്റെ കണ്ണുനീര് ആക്കി കർത്താവ് മാറ്റുന്നു. യോഹന്നാൻ 15:11 പറയുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളാനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനു വേണ്ടിയാണ്. ദൈവത്തിനായ യേശു കരയുന്നതായിട്ട് യോഹന്നാൻ 11:34 നാം കാണുന്നുണ്ട്. അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് അവർ അവനോട് പറഞ്ഞു. കർത്താവെ വന്നു കാണുക. യേശു കണ്ണുനീർ പൊഴിച്ചു. യോഹന്നാൻ 11:34. ഇതാ സങ്കടപ്പെടുന്നവരോടൊപ്പം കണ്ണുനീരൊഴുക്കുന്ന ഒരു ദൈവം. എന്നാൽ കണ്ണുനീരിൽ അവസാനിക്കുന്ന സ്നേഹമല്ല യേശുവിൻ്റേത്. കണ്ണുനീരിൽ അലിഞ്ഞ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നത് കാണുന്നു. കരയുന്നവരോട് കരുണയുള്ള യേശു നമ്മയും സഹായിക്കും, നിങ്ങളെ സഹായിക്കും. ഉറപ്പായിട്ടും പ്രിയപ്പെട്ട അപ്പ, അമ്മേ, പ്രിയപ്പെട്ട ദൈവവൈതലേ, സഹോദര, സഹോദരി, മകനെ, മകളെ, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ, വചനം കേൾക്കാൻ, കരയാനല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന എന്നെ എൻ്റെ ദൈവം ആ കണ്ണുനീരുകളെ ആനന്ദ കണ്ണുനീരാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തി സെയിൻറ്റ് മേരീസ് പ്രെയർ ഒരു മിനിസ്ട്രിയാക്കി, ശുശ്രൂഷകരാക്കി മാറ്റി. എങ്കിൽ ഇതാ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മുടെ കണ്ണുനീര് തമ്പുരാൻ്റെ കൈവെള്ളയിലാണ് വീഴുന്നത് എന്ന് ഓർക്കുക. കരയുന്നവരോട് കരുണയുള്ള യേശു നമ്മളെ ഉറപ്പായിട്ട് സഹായിക്കും. നിരാശപ്പെടേണ്ട. ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിച്ചു, മത്തായി 5:4 വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഒരു ഗർഭിണിയുടെ കരച്ചിൽ ആ കരച്ചിലിൽ തന്നെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ ആ കണ്ണുനീരെല്ലാം ആനന്ദമായി ഒരമ്മയ്ക്ക് മാറുന്നത് പോലെ, ആ പ്രസവ വേദനയെല്ലാം ആ അമ്മ മറക്കുന്നത് പോലെ നമ്മുടെ കണ്ണുനീരുകളെ അവൻ ആനന്ദ കണ്ണുനീരാക്കി മാറ്റും. ജെറുസലേമിനെ നോക്കി വിലപിച്ചിരുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. മത്തായി 23:37. യേശു കുരിശിൽ മരിച്ചു 37 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജെറുസലേമിനെ നോക്കി വിലപിച്ചുകൊണ്ട് യേശു പ്രവചിച്ച വചനങ്ങൾ നിറവേറി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു. മാർക്കോസ് 15:37 യേശു നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ കണ്ണുനീർ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷ സാധ്യമാക്കി. നമ്മുടെ കുടുംബത്തിൽ ഇതാ അരുതാത്ത കണ്ണുനീരുകൾ, ഏതെങ്കിലും നിരപരാധികളുടെ കണ്ണുനീരുകൾ, അവരെ കൊള്ളയടിച്ചതിൻ്റെ, അവരെ പിഴിഞ്ഞെടുത്തതിൻ്റെ, അർഹതപ്പെട്ടത് നടത്തിക്കൊടുക്കാത്തതിൻ്റെ, കൈക്കൂലി വാങ്ങിയതിൻ്റെ, കരിഞ്ചന്തയുടെ, കള്ളത്രാസിൻ്റെ, തൂക്കം തട്ടിച്ചതിൻ്റെ, സ്വത്തും മുതലും പറ്റിച്ചെടുത്തതിൻ്റെ, അതിർത്തി മാറ്റിയതിൻ്റെ കണ്ണുനീരുകൾ വീണ് കിടപ്പുണ്ടോ എങ്കിൽ അത് ശാപമാണ്. ഉടനടി തിരിച്ചു വാ, പരിഹാരം ചെയ്യും, മാനസാന്തരപ്പെട്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിനെന്ന് ഓസ്ലേമിനെ നോക്കി ഈശോ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ഇതാ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ട ജെറുസലേമിൻ്റെ ആ ദേവാലയത്തിൻ്റെ ആ ചരിത്രം ഓർക്കുക. യേശു ഉച്ചത്തിൽ കരഞ്ഞു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. മാർക്കോസ് 15:37.
ഇതാ നമ്മുടെ കണ്ണുനീരുകൾ യേശുവിൻ്റെ കണ്ണുനീരോടുകൂടെ നമുക്ക് കൊടുക്കാം. 33 വർഷം മകന് വേണ്ടി പ്രാർത്ഥിച്ച മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരിന് കാരണമായ മകനും കണ്ണുനീരൊഴുക്കിയ അമ്മയും ഇതാ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു. തിരുസഭാ പണ്ഡിതനും വിശുദ്ധനുമായ വിശുദ്ധ അഗസ്റ്റിൻ. കണ്ണുനീരിന് അർത്ഥമുണ്ട്. മത്തായി 8:17 അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. വിശ്വാസത്തോടെ യേശുവിൻ്റെ കുരിശിലെ കണ്ണീരോട് ചേർത്ത് നമ്മുടെ പിടിവിട്ടു പോകുന്ന കാര്യങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത, അർത്ഥം കിട്ടാത്ത, ഉത്തരം കിട്ടാത്ത വേദനകൾ, മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ യേശുവിൻ്റെ കുരിശോട്, ആ തിരുമുറിവുകളോട്, ആ രക്തക്കണ്ണുനീരുകളോട്, പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് കുരിശിലേക്ക് ബലിയായി സമർപ്പിക്കാം. ഇതാ നമ്മുടെ കണ്ണുനീരുകൾ ആരെങ്കിലും പ്രാകുവാനോ ആർക്കെങ്കിലും എതിരെ കുറ്റം വിധിയായോ കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പിതാവേ അവരെ ശിക്ഷിക്കരുതേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വഴികൾ തുറന്നു കിട്ടും. ആരെയും വിധിക്കാനോ ശപിക്കാനോ പ്രാകാനോ നമ്മുടെ കണ്ണുനീരുകൾ കാരണമായി തീരാതെ യേശു കുരിശ് വഹിച്ചത്, സഹിച്ചത് പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുത്താണ്. നമ്മുടെ കുരിശുകൾക്ക്, നമ്മുടെ കണ്ണുനീരുകൾക്ക് അർത്ഥം കണ്ടെത്താൻ സാധിക്കാത്തത്, മറുപടി പലപ്പോഴും കിട്ടാത്തത്, ദൈവിക ഇടപെടൽ കിട്ടാത്തത് നമ്മൾ മനുഷ്യർ അതിൻ്റെ കാരണക്കാർ. അവർ കാരണം, ഇവർ കാരണം, അവർ കാരണം, ഭർത്താവ് കാരണം, ഭാര്യ കാരണം. എന്നാൽ ഇതാ പിതാവേ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചതുപോലെ പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു പങ്കാളിക്ക് വേണ്ടി, അല്ലെങ്കിൽ കയ്യോ കാലോ വളർത്തിയ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ, ജീവിതം ജീവിച്ചു തീർക്കാറായപ്പോൾ ഇല്ലാത്തത്ര ഭാരങ്ങളും കടങ്ങളും പ്രയാസങ്ങളും വന്നു, ജപ്തികളും വന്നു മൂടി നിൽക്കുമ്പോഴും പിതാവേ അവരോട് ക്ഷമിക്കണമേ, അങ്ങയുടെ ഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ കണ്ണുനീരോട് ചേർത്ത് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ അതേ വിലയാണ് സ്വർഗം നമ്മുടെ കണ്ണുനീരുകൾക്ക് തരുന്നത്. ഇനിയെങ്കിലും നമ്മുടെ നിരാശയും വെറുപ്പും കുറ്റാരോപണം എല്ലാം മാറ്റി യേശുവിൻ്റെ കണ്ണുനീരോട് ചേർത്ത്, കുരിശിലെ ബലിയോട് ചേർത്ത്, ആ ദിവ്യ സക്രാരിയിലേക്ക്, അൽത്താരയിലേക്ക് ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളോട് ചേർത്ത് സമർപ്പിക്കാം. തീർച്ചയായും സങ്കീർത്തനം 126 വചനം പറയുന്നത് പോലെ കണ്ണുനീരോടെ വിത്ത് വിതയ്ക്കുന്നവൻ ജയഘോഷത്തോടെ കറ്റ ചുമന്നു കൊണ്ടുവരും. കണ്ണുനീരോടെ വിതയ്ക്കുന്ന വിത്തുകൾ ഇതാ സന്തോഷത്തിൻ്റെ കറ്റകളായി. സങ്കീർത്തനം 126:5-6 കണ്ണുനീരോടെ വിത്ത് വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്കും മടങ്ങുമെന്ന വചനം പറയുന്നത്. ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് പാട്ടിൽ പാടൂല്ലേ, ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. സങ്കീർത്തനം 6:6 പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു, കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. അതെ, ആ കിടക്ക നനഞ്ഞത്, ആ തളർന്ന ഉറങ്ങാൻ പോലും പറ്റാതെ വിഷമിച്ച ആ രാത്രികളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ആ പാദാന്തികത്തിലേക്ക് പാപിനി കരഞ്ഞ കർത്താവിൻ്റെ പാദം കഴുകിയ ആ കണ്ണുനീരോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഇതാ ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ കരയുന്നത് പോലെ, അങ്ങനെ ഒരു കരച്ചിലുണ്ടോ? അത് നിരാശയുടെ കരച്ചിലല്ല, അത് വേദനയുടെ കരച്ചിലാണെങ്കിലും അത് പ്രത്യാശയുടെ കരച്ചിലാണ്. യേശയ്യാ 26:17 കർത്താവേ, ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ചു കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ വേദനയോടെ ദൈവത്തിനൊന്ന സ്ഥാനം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ ലോകത്തിലെ മറ്റെന്തെല്ലാം, ഭർത്താവിനെ വെച്ചാൽ, ഭാര്യയെ വെച്ചാൽ, മക്കളെ വെച്ചാൽ, ജോലി വെച്ചാൽ, പണം വെച്ചാൽ, വിസ വെച്ചാൽ ഒന്നും തീരുന്നതല്ല നമ്മുടെ കണ്ണുനീര് സങ്കടവും. അതെല്ലാം കിട്ടിക്കഴിഞ്ഞ പലരും അതിനേക്കാൾ വലിയ കരച്ചിലുമായിട്ടാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. അതെല്ലാം കിട്ടിയാൽ എല്ലാം തീർന്നെന്ന് പറയുന്നു. അവിടെ എല്ലാം എത്തിയ, വിസ കിട്ടിയ, ജോലി കിട്ടിയ, PR കിട്ടിയ അവരുടെ കരച്ചിൽ കേട്ടാൽ ഞെട്ടിപ്പോവും, ഇനി എന്തിനാ കരയുന്നതെന്ന്. അപ്പോൾ ഇതൊന്നും കിട്ടിയാൽ
തീരുന്നതല്ല നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത. അത് ദൈവത്തിന് മാത്രമേ മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശയ്യാ 30:19 ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. മറന്നു പോകരുത് കേട്ടോ. യേശയ്യാ 26:17, യേശയ്യാ 26:17, യേശയ്യാ 30:19. 26:17 ഗർഭിണി പ്രസവ സമയം എടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ആ വേദനയെല്ലാം മറക്കും. അതുകൊണ്ട് കരഞ്ഞു വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നിരാശയുടെ മടുപ്പിൻ്റെ സാത്താൻ പറയും, രക്ഷയില്ല, നിൻ്റെ കാര്യം പോക്ക, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കുറേ കരഞ്ഞതല്ലേ, കുറേ അനുഭവിച്ചല്ലേ, നിനക്ക് പണ്ട് മുതലേ അങ്ങനെയാ, കണ്ണുനീര് മാത്രമേ ഉള്ളൂ നിൻ്റെ ജീവിതത്തിൽ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഗർഭിണി പ്രസവ സമയം എടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെയാണ് നിൻ്റെ ഈ കരച്ചിലെന്ന്. ഇത് അത്ഭുതം തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ നിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ദൈവമേ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് നിറച്ച് എൻ്റെ മനസ്സിലെ ശൂന്യതകളെ മാക്കി, മറ്റൊന്നും വേണ്ട നാഥ, നിന്നെ മാത്രം മതി എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. വേറോനിക്കായുടെ തൂവാലയിൽ അവിടുത്തെ തിരുമുഖം പതിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ആ തിരുമുഖം പതിച്ച് കർത്താവേ, എൻ്റെ കണ്ണുനീരുകൾക്ക് അർത്ഥമുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് തരണമേ. സാഹചര്യങ്ങൾ മാറുകയില്ലായിരിക്കാം, പക്ഷെ മാറേണ്ടത് ഞാനാണ്. കർത്താവെ, പ്രത്യാശ നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവേ നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ, കാവലായിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം നടക്കും, തീർച്ചയാണ്. നിങ്ങളുടെ കമൻറ്റുകളും പ്രാർത്ഥനാ വിഷയങ്ങളേക്ക് കണ്ണുനീരുകൾക്ക് അർത്ഥമുണ്ട്, ഉത്തരമുണ്ട്. ദൈവം നിലവിളി കേൾക്കും, ദൈവം ഇടപെടും, ഇറങ്ങി വരും, കണ്ണുനീര് തുടച്ചു മാറ്റും, കൈകളിൽ കുപ്പിയിൽ അവിടുന്ന് ശേഖരിക്കും. കമൻറ്റുകൾ, ഷെയറുകൾ, ലൈക്കുകൾ, പ്രേക്ഷിത വേലയിൽ ചേർന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും ശുശ്രൂഷകളും നിങ്ങൾക്ക് യഥാസമയം കിട്ടിക്കൊണ്ടിരിക്കും. ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മാത്രം ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും പ്രേക്ഷിത വേലയിൽ പങ്കുചേർന്ന് നിങ്ങൾക്കിത് സ്പർശനമാണെങ്കിൽ, ബോധ്യം കിട്ടുന്നുണ്ടെങ്കിൽ, ഇത് കിട്ടാത്ത അനേകം ഗ്രൂപ്പുകളിലേക്കും വ്യക്തികളിലേക്കും ഷെയർ ചെയ്ത് സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളും ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.